കോടമഞ്ഞും മലകളും പുഴകളും താഴ്വരകളുമൊക്കെയായി പ്രകൃതി രമണീയമാണ് കുടക്. മനോഹരിയായ ഈ നാടിനെ ഭാരതത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നും വിളിക്കാറുണ്ട്. ഒട്ടുമിക്ക സുഗന്ധവ്യഞ്ജനങ്ങളും വിളയുന്ന ഇവിടുത്തെ തണുത്ത കാറ്റിനു പോലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധമാണ്. സുഗന്ധവിളകളുടെ റാണിയെന്നും പച്ചപ്പൊന്നെന്നും അറിയപ്പെടുന്ന ഏലത്തിന്റെ കൃഷിയും ഏറെ പ്രാധാന്യത്തോടെയാണ് കുടകിലെ കർഷകർ കണ്ടിരുന്നത്. പക്ഷേ വർദ്ധിച്ച തോതിലുള്ള കീടരോഗബാധ, കുറഞ്ഞ ഉൽപാദനക്ഷമത എന്നിവ ഏലം കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. ഏലം കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരേയൊരു പരിഹാരമാർഗമാണ് ഉയർന്നുവന്നത്. ശാസ്ത്രീയമായ വിളപരിപാലന മാർഗങ്ങളിലൂടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് ഏലം കൃഷി ലാഭകരമാക്കി മാറ്റുക എന്നതായിരുന്നു അത്. ഏലം കർഷകരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിൽ കർണാടകയിലെ കുടക് ജില്ലയിലെ അപ്പങ്ങളയിൽ പ്രവർത്തിക്കുന്ന ഏലം ഗവേഷണ കേന്ദ്രം അഥവാ CRC തക്ക സമയത്ത് തന്നെ കർഷകരുടെ സഹായത്തിനെത്തി. ഗവേഷണ കേന്ദ്രത്തിൽ വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഊർജിത ഏലകൃഷിയിലൂടെ ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. ഏലം എന്ന അത്ഭുത വിളയുടെ വിധി മാറ്റിയെഴുതപ്പെട്ട സാങ്കേതിക വിദ്യകളായിരുന്നു അവയോരോന്നും. പിന്നീടുള്ളത് ചരിത്രം. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ, ആരോഗ്യമുള്ള ചെടികൾ, പുനരുജ്ജീവിക്കപ്പെട്ട തോട്ടങ്ങൾ, എല്ലാത്തിലുമുപരി ആഹ്ലാദചിത്തരായ കർഷകർ. കുടകിലെ ഏലം കൃഷിയുടെ ഗതകാല പ്രൗഢി വീണ്ടെടുത്തത് ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ അശ്രാന്ത പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. The Indian Institute of Spices Research, Kozhikode, is one of the premier research organizations in the country under the Indian Council of Agriculture Research, ICAR. The Cardamom Research Center at Appangala, that is Kodagu district of Karnataka, which is engaged in the research on cardamom. Our aim is to develop the technologies which solves the farmer's problem. For example, in cardamom, the two major problems are cuttay disease and rhizome rot. We have developed varieties which are resistant to both the diseases, and also we take care of the yield. All the technologies developed are demonstrated in farmers' plots, and several estates like Lakshmi Estate or Sandalcod Estate, and the farmers, once they are convinced, the technology is spread to other farmers also. ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിനു കീഴിലുള്ള ഒരേയൊരു ഏലം ഗവേഷണ കേന്ദ്രമാണ് കുടകിലെ അപ്പങ്ങളയിൽ പ്രവർത്തിക്കുന്ന ഏലം ഗവേഷണ കേന്ദ്രം. ഇത് കുടക് ജില്ലയിലെ സാൻഡൽകാട് എസ്റ്റേറ്റ്. 150 വർഷം പഴക്കമുള്ള, വളരെ നന്നായി പരിപാലിച്ചു പോകുന്ന ഈ തോട്ടം കുടകിലെ ബോയ്ക്കേരി ഗ്രാമത്തിൽ നിന്നുള്ള ഫൈസൽ സിദ്ദീഖ്, ഷംവീൽ നിസാം എന്നീ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫൈസലിനും ഷംവീലിനും തോട്ടം പരിപാലിക്കുന്നതിനെക്കുറിച്ചൊന്നും കാര്യമായ അറിവില്ലായിരുന്നു. 225 ഏക്കറോളം വരുന്ന സാൻഡൽകാട് എസ്റ്റേറ്റ് ഇവർക്ക് പൂർവിക സ്വത്തായി ലഭിച്ചതായിരുന്നു. കാപ്പിയായിരുന്നു അന്ന് ഈ തോട്ടത്തിലെ പ്രധാന വിള. ഇടവിളയായി കുരുമുളകും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേക്കറിൽ ഇവിടെ ഏലം കൃഷി ആരംഭിച്ചു. പക്ഷേ രോഗകീടബാധയും മണ്ണിലെ വളക്കൂറില്ലായ്മയും വിളവ് കുറഞ്ഞ ഇനവും എല്ലാം കൂടി ഇരുവരുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകിടം മറിച്ചു. വിളവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഈ യുവ കർഷകർ അപ്പങ്ങളയിലെ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരെ സമീപിച്ചു. അതൊരു തുടക്കമായിരുന്നു. കാർഷിക രംഗത്തെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകമായ കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ഒരു മികച്ച ബന്ധം അതോടെ ഉടലെടുത്തു. ശാസ്ത്രജ്ഞർ ഇവരുടെ തോട്ടം സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. I moved in here along with my brother Shamvil in the year 2000 after graduation, and we started looking into the plantation activities, and we saw that cardamom here was not doing too well, and with the help of our self-help group that we formed with many grows around here, we started interacting with various scientists, and we also interacted with the scientists at the Cardamom Research Center Appangala.
and they kind of initially started helping us with how to set up the whole thing, and we uprooted our robusta areas about 6 acres initially, and we supplied them with the Nelyani variety from Kerala, which started giving us good yields in a matter of 3 years time. മികച്ച കൃഷിരീതികൾ മനസ്സിലാക്കുന്നതിനും പുരോഗമന കർഷകർ ഉൽപാദന വർധനവിന് അവലംബിക്കുന്ന ഉപാധികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടി ശാസ്ത്രജ്ഞർ ഈ യുവാക്കളെ കുടകിലെയും കേരളത്തിലെ ഇടുക്കി ജില്ലയിലെയും മാതൃകാ തോട്ടങ്ങളിൽ എത്തിച്ചു. സാൻഡൽകാട് എസ്റ്റേറ്റിലെ പ്രധാന പ്രശ്നം ഏലത്തെ ബാധിക്കുന്ന കച്ചേ രോഗമാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ രോഗം ബാധിച്ച മുഴുവൻ ചെടികളും പറിച്ചു നീക്കം ചെയ്ത് പകരം IISR കുടക് സുവാസിനി അഥവാ അപ്പങ്ങള 1 എന്ന ഉൽപാദനക്ഷമതയേറിയ ഇനം പരീക്ഷിക്കാൻ കർഷകരെ ഉപദേശിച്ചു. തോട്ടത്തിലെ കുറച്ചു പ്രദേശങ്ങളിൽ ഞള്ളാണി ഗ്രീൻ ഗോൾഡ് എന്ന ഇനവും കൃഷി ചെയ്തു. നടുന്നതിന് മുമ്പായി കുഴി 1-ന് 10 കിലോ കാലിവളം നൽകി. രണ്ടാം വർഷം മുതൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും 10 കിലോ കാലിവളവും നൽകി. അടിവളമായി ചെടി 1-ന് 1 മുതൽ 2 കിലോ വരെ കുമ്മായം എന്ന കണക്കിൽ എല്ലാ വർഷവും നൽകി വരുന്നു. മണ്ണു പരിശോധനയ്ക്കു ശേഷം നിർദ്ദേശിച്ച അളവിൽ രാസവളങ്ങളും ചെടികൾക്ക് നൽകുകയുണ്ടായി. കീടരോഗാക്രമണങ്ങളെ ചെറുക്കുന്നതിനായി നിർദ്ദേശിച്ച അളവിൽ കീടനാശിനികളും പ്രയോഗിച്ചു. ഫെബ്രുവരി തൊട്ടുള്ള വേനൽക്കാലത്ത് നിത്യേന 8-10 ലിറ്റർ വെള്ളം ചെടി 1-ന് എന്ന കണക്കിൽ സ്പ്രിംഗ്ലർ ജലസേചനവും നടത്തിവരുന്നു. The farmer, Mr. Paisal and Mr. Samuel are the members of self-help group of Boikeri. So to that there was a lot of interaction earlier to solve the problems of production in cardamom. In cardamom they had one problem, there was a cuttay disease of cardamom and low production, and then drainage, and then this variety suitable to this zone. These are all the problems they are facing to increase the yield. So after the discussion with the farmers and self-help group, we introduced high production technology in Sandalcard group of estates, and then regularly he is managing the field operations. Mainly one thing is he is very particular about irrigations, shade regulations, and then weeding, then followed by the pest and disease management. Very pakka management has been done in this crop, and then he is able to harvest a very high crop by following the intensive package of practice in cardamom. തികച്ചും ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിച്ചതുവഴി ഏലത്തിന്റെ ഉൽപ്പാദനം 1 ഏക്കറിന് 400 കിലോ ആയി ഉയർന്നു. നേരത്തെ ഉൽപ്പാദനം 1 ഏക്കറിന് 50 കിലോ മാത്രമായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ യുവ കർഷകർ 5 ഏക്കർ കൃഷിയിടത്തിൽ നിന്നും 2 മുതൽ 2.5 ടൺ വരെ ഏലം വിളവെടുക്കുന്നു. നൂതനമായ കൃഷിരീതികൾ അവലംബിക്കുന്നതിന് ഇവർക്ക് 5 ഏക്കറിന് 2.5 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ടെങ്കിലും 3 മുതൽ 4 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഒരു വർഷം ഏലത്തിൽ നിന്നും മാത്രമായി ഇവർക്ക് ലഭിക്കുന്നത്. When we started the work here at the plantation, we faced a lot of problem as far as cardamom was concerned, and we felt we actually could not recognize a lot of diseases like cuttay, then root rots and things like that. So we wanted some expert advice, so we approached the Cardamom Research Center, and they were very this thing in helping us do this setting up the whole cultural activity for the cardamom. Right from starting from planting till harvesting, they set up a guideline to us, and they helped us in doing that. Now disease identification like cuttay and other things, it became, after their interaction with us, it became very easy to us. So all these things they helped us control that, and even our production, like we started off, probably we were harvesting about 150 odd kilos of cardamom per year, and we came to about 1.5 tons within the 3 years of their intervention here. ഇതൊരു വിജയയാത്രയുടെ തുടക്കമായിരുന്നു. കൃഷിയുടെ ഓരോ ഘട്ടത്തിനും അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഏലം ഗവേഷണ കേന്ദ്രം കർഷകരോടൊപ്പം തന്നെ നിന്നു.
മികച്ച വിള പരിപാലന രീതികളിലൂടെ കർഷകർ അവരുടെ വിജയം ഉറപ്പിച്ചു. ഇന്ന് സാൻഡൽകാട് എസ്റ്റേറ്റ് ഒരു മാതൃകാ തോട്ടമാണ്. പ്രതിവർഷം 100 കണക്കിന് കർഷകരും സന്ദർശകരും ഈ തോട്ടം സന്ദർശിക്കുന്നു. ചെറുതോ വലുതോ തോട്ടം ഏതുമായിക്കൊള്ളട്ടെ, ശാസ്ത്രീയ കൃഷിരീതികളിലൂടെ മെച്ചപ്പെട്ട വിളവ് ഉറപ്പുവരുത്താമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഷംവീലിൻ്റെയും ഫൈസലിൻ്റെയും വിജയം. കണ്ടതുമാത്രം വിശ്വസിക്കുന്നവർക്കായി സാൻഡൽകാട് എസ്റ്റേറ്റിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. ഇത് ഒരു ചരിത്ര നേട്ടമാണ്. ഏലം ഗവേഷണ കേന്ദ്രത്തിൻ്റെ അഭിമാനകരമായ വിജയവുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലത്തിൻ്റെ കൃഷിയിലൂടെ കർഷകർക്ക് എങ്ങനെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താമെന്നതിന് ഒരു മകുടോദാഹരണം കൂടിയാണ് ഈ വിജയം.